കണ്ണൂർ ജില്ലയിൽ കുടിയാൻമലയ്ക്കടുത്ത് പൊട്ടംപ്ലാവിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ എം ജോസഫ് ജോയി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുടിയാൻമലയിൽ നിന്നും പൈതൽമലയ്ക്ക് പോകുന്ന വഴി പൊട്ടംപ്ലാവിൽ നിന്നും ശേഷം ഒരു 700 മീറ്റർ വന്നു കഴിയുമ്പോൾ ചാത്തമല ജംഗ്ഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ കുടിയാൻമലയ്ക്കടുത്ത് പൊട്ടംപ്ലാവിലുള്ള മറ്റത്തിൽ സ്രാമ്പിക്കൽ എം ജോസഫ് ജോയി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിനെയും കുടുംബത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ജോയിയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത്തിൽ നിന്നും പാറയക്കുടിയിലായ മിഖായേലിൻ്റെ 9 ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് മത്തായി. മേലുകാവ് മറ്റത്തിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത മകനാണ് കൊച്ച് എന്ന് വിളിക്കുന്ന ശ്രീ മൈക്കിൾ മറ്റത്തിലിന് 3 ആണും ഒരു പെണ്ണും ആണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് എം ജോസഫ് എന്ന് വിളിക്കുന്ന ജോയിയെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ജോയി ചേട്ടൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് അല്ലേ? ഒഫീഷ്യലായിട്ടുള്ള പേരെങ്ങനെയാണ്? ജോസഫ് എം എന്നാണ്. ജോയി ചേട്ടന് ഇപ്പോൾ ഈ താമസിക്കുന്ന പൊട്ടംപ്ലാവിൽ പള്ളിയോടൊക്കെ അടുത്തായിട്ട് വരും. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ഇപ്പം 29 വർഷമായി. 29 വർഷമായിട്ട് തറവാട്ടിൽ നിന്ന് മാറി 29 വർഷമായിട്ട് ഈ സ്ഥലത്താണ് താമസിക്കുന്നത്. തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ്, പൊട്ടംപ്ലാവിൽ തന്നെയാണ്. അങ്ങേ ഭാഗമാണ്. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് റോസമ്മ എന്നാണ് പേര്. വീട് എവിടെയായിരുന്നു? വീട് വായട്ടുറമ്പ്. വീട്ടുപേര് പള്ളിത്തറ എന്ന് പറയും. പള്ളിത്തറ എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര് ലൂക്കോസ് അന്നമ്മ. അമ്മയുടെ വീട് എവിടെയായിരുന്നു? കയ്യൂര്. വീട്ടുപേര് നെല്ലംകുഴി. കയ്യൂർ നെല്ലംകുഴി കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 3 മക്കളാണ് ഉള്ളത്. അതിൽ മൂത്തത് ആരാണ്? മകൻ. മോൻ്റെ പേര് തേജസ് എന്നാണ് മോൻ്റെ പേര്. രണ്ടാമത്തെ ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന മകളാണ് അമൃത എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. പിന്നെ മൂന്നാമത്തെ ഏഞ്ചൽ, അഞ്ചു എന്ന് വിളിക്കുന്ന ഏഞ്ചൽ. അതിൽ മൂത്ത മകന്റെ ഭാര്യയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. മോളുടെ പേരെന്താണ്? അൽഫോൻസ. എന്ത് ചെയ്യുന്നു? ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കുടിയാൻമല സ്വന്തമായിട്ടുള്ള ഷോപ്പാണ്. അവിടെ ബ്യൂട്ടീഷ്യനായിട്ട് ബുട്ടീക്കും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഷോപ്പായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഭർത്താവ് ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നത്? എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേര്. അതിൽ മൂത്ത മോള് ഉണ്ട്, ദിയ തേജസ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6 കയറുന്നു. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കുടിയാൻമല ഹോളി ക്രോസ് പബ്ലിക് സ്കൂൾ കുടിയാൻമലയിലാണ് മോള് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലേക്ക് ഇനി കയറുന്നു. ഒരു ഇളയനീത്തിയുണ്ട് അല്ലേ? ഇളയനീത്തി നമ്മോടൊപ്പം ഉണ്ട്. ഓടി നടക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അനീത്തിയുടെ പേരെന്താ? ലിയോറ തേജസ് എന്നാണ് അനീത്തിയുടെ പേര്. അനീത്തിക്ക് എത്ര വയസ്സായി? 2 വയസ്സേ ആയിട്ടുള്ളൂ. ജോയി ചേട്ടന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയാം. മാതാപിതാക്കന്മാര്, അപ്പന്റെ പേര് മൈക്കിൾ, വിളിക്കുന്നത് കൊച്ചെന്നാണ് വിളിക്കുന്നത്. മൈക്കിൾ എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. അമ്മയുടെ ഏലിക്കുട്ടി എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ വീട് മേലുകാവ് മറ്റത്താണ് വീട്. വീട്ടുപേര് കണ്ണംകുളത്ത്. മേലുകാവ് മറ്റത്ത് കണ്ണംകുളത്ത് കുടുംബാംഗമാണ് അമ്മ. 2 പേരും നിലവിൽ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അവരൊക്കെ ഈ പൊട്ടംപ്ലാവിൽ വന്നതിന് ശേഷമാണോ മരിച്ചുപോയത്? അതെ. അപ്പൊ അവരുടെയൊക്കെ പൊട്ടംപ്ലാവിൽ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേര്. 4 മക്കള്. അതിനകത്ത് ഏറ്റവും മൂത്തതാണ് ഞാൻ. ജോയി ചേട്ടനാണ് ഏറ്റവും മൂത്തത്. താഴെയുള്ളത് മാത്യു ബേബിച്ചെന്ന് വിളിക്കുന്ന മാത്യു ആണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? കുടിയാൻമലയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സിന്ധി എന്നാണ് ഭാര്യയുടെ പേര്.
ഭാര്യയുടെ വീട് വീട് ഒറ്റത്തൈ വട്ടക്കാട്ട് വട്ടക്കാട്ടെന്ന് വിട്ടുപേരാണ്. വീട്ടുപേര്. വട്ടക്കാട്ട് വിട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കളുണ്ട്. 4 മക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് ബാബു. ബാബു എവിടെ താമസിക്കുന്നത്? ബാബു തറവാട്ടില് ഈ പൊട്ടംപ്ലാവിൽ തന്നെയാണ് താമസിക്കുന്നത്. ബാബുവിന്റെ ഭാര്യയുടെ പേര് സീന എന്നാണ് ഭാര്യയുടെ പേര്. വീട് മഞ്ഞക്കാട് താമസിക്കുന്നത്. മഞ്ഞക്കാട് ചെറുപുഴ അടുത്ത് മഞ്ഞക്കാടാണ് അവര് താമസിക്കുന്നത്. അവരുടെ വീട്ടുപേര് ചെമ്പരത്തിക്കൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് പെങ്ങളാണ്. അതെ, ജെസ്സിയമ്മ എന്ന് വിളിക്കുന്നു. ജെസ്സിയമ്മ ഏറ്റവും ഇളയ ആളാണ് ജെസ്സിയമ്മ അല്ലേ? സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് പിന്നെ കുന്നത്ത് പേരാവൂര് കുന്നത്ത് വീട്ടിലാണ്. ഭർത്താവിന്റെ പേര് പാപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 പേരുണ്ട്. 4 മക്കളാണ് ഉള്ളത്. ഇതാണ് ഫാമിലി ഡീറ്റെയിൽസ്. ഉമ്മച്ചിയുടെ വീട്ടില് നിങ്ങൾ എത്ര മക്കളായിരുന്നു? 10 പേരാണ്. എത്രയാണോ എത്ര പെണ്ണുണ്ട്? 5 ആണും 5 പെണ്ണും. 5 ആണും 5 പെണ്ണും. ഏറ്റവും മൂത്തത് ആരാണ്? അന്നമ്മ എന്ന് പറയും. തങ്കമ്മ എന്ന് വിളിക്കുന്നു. തങ്കമ്മ എന്ന് വിളിക്കുന്ന അന്നമ്മ ആണ്. അവരെ വിവാഹം ചെയ്തിരിക്കുന്നത് കുടിയംപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. മാത്യു എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. സ്ഥലം അങ്ങാടിക്കടവിലാണ് അവര് താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ ആള് നവലൂസ് എന്ന് വിളിക്കും. ലൂക്കോസ് പേര്. ലൂക്കോസ് എന്ന് പേരുള്ള നവലൂസ് വിളിക്കുന്നത്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് വയറ്റുപറമ്പ് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഗ്രേസിയുടെ വീട് ശ്രീകണ്ഠാപുരത്ത്. വീട്ടുപേര് തേക്കിലക്കാട്ടിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ് ഉള്ളത്. മൂന്നാമത്തെ ആള് ആലീസ് ആണ്, സഹോദരിയാണ്. ഏലിയാമ്മ എന്നാണ് പേര്. അവരെ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ശ്രീകണ്ഠാപുരത്താണ്. വീട്ടുപേര് മാടശ്ശേരിയിലാണ്. ഭർത്താവിന്റെ പേര് വർഗീസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അടുത്ത അടുത്തയാള് ത്രേസ്യാമ്മ. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? മണിയമ്പ്ര എന്നുള്ള സ്ഥലത്താണ്. മണിയമ്പ്ര എന്നുള്ളത് വീട്ടുപേരാണ്. കുറ്റ്യാടി മണിയമ്പ്ര ആണ്. ഭർത്താവിന്റെ പേര് ജോർജ് കുട്ടി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അടുത്തത് ചേച്ചി തന്നെയാണ്. 5ാമത്തെ ആള്. തൊട്ട് താഴെയുള്ള ആള് അവിരാച്ചൻ. അവരെവിടെ താമസിക്കുന്നത്? അവര് വയറ്റുപറമ്പ് തന്നെയാണ് താമസിക്കുന്നത്. 2 മക്കളാണുള്ളത്. ഭാര്യയുടെ പേര് ഷാൻഡി എന്നാണ്. മരോട്ടിക്കൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം എടൂര് ആണ് അവരുടെ സ്ഥലം. അതിന് താഴെയുള്ളത് ജോജോയുടെ ഭാര്യയുടെ പേര് ജോസഫ് എന്നാണ് പേര്. ഭാര്യയുടെ പേര് ഡാർലി. ഡാർലിയുടെ വീട് മണിപ്പാറ സ്ഥലത്താണ്. വീട്ടുപേര് പാറപ്പുറത്ത് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. ജോജോയുടെ ഇളയതാരാ? ജിമ്മി. യഥാർത്ഥ പേര് ജോർജ് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. ജിമ്മിയുടെ ഭാര്യയുടെ പേര് ലില്ലി എന്നാണ്. അവരുടെ വീട് എവിടെയാ? വീട് അങ്ങാടിക്കടവ്. നടയത്ത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണുള്ളത്. അടുത്തത് ബേബോ. സ്റ്റീഫൻ എന്നാണ് പേര്. ബേബോ എന്ന് വിളിക്കുന്നു. ഈ സഹോദരങ്ങളെല്ലാം വയറ്റുപറമ്പിൽ തന്നെയാണ് താമസിക്കുന്നത്. 5 സഹോദരങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ഷോളി. വീട് കാപ്പിമല എന്ന സ്ഥലത്താണ്. പൊന്നാമറ്റം എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ് ഉള്ളത്. അതിന് താഴെ ലിസി എന്ന് വിളിക്കുന്നു. അൽഫോൻസ പേര്. ലിസി എന്നാണ് വിളിക്കുന്നത്. അൽഫോൻസ എന്നാണ് പേര്. വിവാഹം ചെയ്തിരിക്കുന്നത് ഉഞ്ചക്കുന്നേൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം ചെറുപുഴ. ഭർത്താവിന്റെ പേര് ഇപ്പം പയ്യന്നൂരാണ് താമസിക്കുന്നത്. ഭർത്താവിന്റെ പേര് ടോണി ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്കും 2 മക്കളാണ്. 2 മക്കളാണ് ഉള്ളത്. അൽഫോൻസയുടെ സ്വന്തം വീട് എവിടെയാണ്? കോട്ടയത്ത്. വീട്ടുപേര് തടത്തിൽ. നിങ്ങൾ എത്ര മക്കളുണ്ട്? 4 പേരാണ്. എത്രയാണ് എത്ര പെണ്ണും?
ഒരാണും 3 പെണ്ണും. ഒരാണും 3 പെണ്ണും. അതിൽ എത്രാമത്തെ ആളാണ്? ഞാൻ ഏറ്റവും മൂത്തത്. ഏറ്റവും മൂത്തതാണ്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ ഇപ്പം നടത്തുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും നടത്തുന്നുണ്ടായിരുന്നോ അതോ ജോലി ഉണ്ടായിരുന്നോ? പുറത്ത് ബഹ്റിനിലായിരുന്നു. ബഹ്റിനിലായിരുന്നു കുറെ കാലം? 4 വർഷം അവിടെ വർക്ക് ചെയ്തത്. 4 വർഷം ബഹ്റിനിൽ വർക്ക് ചെയ്തു. വിവാഹത്തിന് ശേഷം കുട്ടികളൊക്കെ ആയപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടോ? വലിയ കഴിവൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് മൂളും. പാട്ട് പാടും. പാട്ടിന് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ? ഇല്ല, അങ്ങനെയാണ്. സമ്മാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിങ്ങൾ നല്ലപോലെ പാടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 4 ലൈൻ പാട്ട് പാടുക. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. മോള് കലാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നുണ്ടോ? ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസ് ഏതാ ചെയ്യുന്നത്? ഭരതനാട്യം പഠിക്കുന്നുണ്ട്. മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? മത്സരങ്ങൾക്ക് പോയിട്ടില്ല. സ്കൂളിൽ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ആനിവേഴ്സറി ഒക്കെ വരുമ്പം അത് അവതരിപ്പിക്കാറുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. പിന്നെ പാട്ട് പാടുവോ? പാട്ട് ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ ഡാൻസ് അല്ലാതെ പടം വരയ്ക്കും. പിന്നെ കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ വേറെ? റോളർ സ്കേറ്റിങ്ങിന് പങ്കെടുക്കുന്നതാണ്. അതിന് മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എത്ര കാലമായിട്ട് ഈ റോളർ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്? 5 വർഷമായിട്ട് റോളർ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും സ്കൂളിൽ പങ്കെടുക്കുന്നുണ്ട്. കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള പ്രവർത്തനങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ മൂത്ത മകൻ തേജസ് ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. വേറെ 2 മക്കളും കൂടെ ഉണ്ട് അല്ലേ? രണ്ടാമത്തെ ആള് ശ്രീകുട്ടി എന്ന് വിളിക്കുന്നു. ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത്. അമൃത എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. മോളെ വിവാഹം ചെയ്തിരിക്കുന്നത് കുടിയാൻമല ഇരിപ്പക്കാട്ട് വീട്ടിലാണ്. കുടിയാൻമല ഇരിപ്പക്കാട്ട്. ഭർത്താവിന്റെ പേര് ജോസൂട്ടി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേര് ജെയ്ഡൻ ജെറാൾഡ് ജോസഫ് എന്നാണ് കുട്ടിയുടെ പേര്. അവരെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നവരാണോ? മോന് യുഎസിലാണ്. ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് ജോലി ചെയ്യുന്നുണ്ടോ? ഡെലിവറി കഴിഞ്ഞ ശേഷം നേഴ്സായിരുന്നു. നേഴ്സായിട്ട് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? മാൾട്ടയിലായിരുന്നു നേഴ്സായിട്ട് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ജോലിക്ക് പോകാൻ ആരംഭിച്ചിട്ടില്ല. ഇനി ഭർത്താവിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടാവും. യുഎസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഇളയ മോള് ഏഞ്ചല് വിവാഹം കഴിഞ്ഞാണോ? ആലോചന നടക്കുന്നുണ്ട്. മോള് എന്ത് ചെയ്യുന്നു? ബിടെക് കഴിഞ്ഞു. ബിടെക് ഏതാ പഠിച്ചത്? ഏത് സബ്ജക്റ്റാ? കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. എവിടെയാ പഠിച്ചത്? ഈറോഡ്, തമിഴ്നാട്ടിലെ ഈറോഡിലാണ് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് എടുത്തതിന് ശേഷം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മക്കളുടെ ഡീറ്റെയിൽസ്. ജോയിച്ചേട്ടന് സാമൂഹ്യപരമായിട്ടും പള്ളിക്കായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പള്ളി സംബന്ധമായിട്ടെല്ലാം ഞങ്ങൾ സ്വകാര്യത്തിൽ ആയതുകൊണ്ട് അതിനകത്ത് കൈക്കാരനായിട്ടും പരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു, കൈക്കാരനായിരുന്നു. അതുപോലെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിൻസെന്റ് പോൾ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. വിൻസെന്റ് പോൾ സംഘടനയുടെ എന്തെങ്കിലും ഭാരവാഹിത്വം? പ്രസിഡന്റാണ്. അതുപോലെ മറ്റ് പല സംഘടനകളിലും പള്ളിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? രാഷ്ട്രീയമുണ്ട് എന്ന് രാഷ്ട്രീയമുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ എന്താ ഉള്ളത്? പൊതുപ്രവർത്തനം ഇവിടെ ആദ്യമായിട്ട് വികസനം പുറകോട്ടായിരുന്നു. അതായത് മലയോര മേഖലയാണ് ഇത്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വളരെ
പുറകിലായിരുന്നു സമയത്ത് വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് റോഡ് നിർമ്മാണം അങ്ങനെ മറ്റ് അതായത് കുടിയാൻമലയിൽ നിന്ന് പൊട്ടംപ്ലാവ് റോഡിലേക്കുള്ള നിർമ്മാണങ്ങളൊക്കെ നടത്തുന്നതിന് മുൻകൈ എടുത്തു നിന്ന ആളാണ്. അതുപോലെ വേറെ പൊതുപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? അല്ല അതിനോട് ആശുപത്രികള് മറ്റു കാര്യങ്ങൾ അതായത് വികസന സമിതിക്കായിട്ട് ഉൾക്കൊണ്ടുള്ള പ്രവർത്തന മേഖല ആശുപത്രികൾ അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് നിൽക്കുന്നയാളാണ്. നേരത്തെ ഇതിൽ കൂടുതൽ സജീവമായിരുന്നു, ഇപ്പോഴും സജീവമാണ്. ഇപ്പൊ പിന്നെ സ്വാഭാവിക കുറച്ച് വികസനം വന്ന സ്ഥിതിക്ക് ഇപ്പൊ അത്രമാത്രം വരുന്നില്ല. എങ്കിലും അവികസിതമായിരുന്ന ഒരു മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ പ്രയത്നിച്ചു. പറ്റുന്നതിന്റെ പരമാവധി പരിശ്രമിക്കുക, അത് നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തി ആണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.